ഗുഡ് മോർണിംഗ് മക്കളെ, എന്നാണ് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോഴേ ചെയ്തു പോകും കേട്ടോ. നയൻത്തൊക്കെ ഇപ്പോഴേ നമ്മൾ മാത്സ് ഒക്കെ നോക്കിപ്പോകും. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് സ്കൂൾ ഓർക്കുമ്പോൾ എളുപ്പമാകില്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്, എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ ഈസ് ₹11,000. ദ പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് 4 ചെയർ ഈസ് 14,000. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? ഒരു മേശയ്ക്കും ഒരു കസേരയ്ക്കും 11,000. ഒരു മേശയ്ക്കും 4 കസേരയ്ക്കും 4 ചെയറിന് 14,000. അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർക്കും എത്ര കൂടുതലെന്ന് ഇവിടെ നോക്കിയേ. ഒരു ടേബിളിനും ഒരു ചെയറിനും കൂടെ 11,000 ആണ്. ആണോ? ഒരു ടേബിളിനും 4 ചെയറിനും കൂടെ 14,000 ആണ്. ഇപ്പൊ മെന്റൽ മാത്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കില്ലേ മിസ്സിന് മെന്റൽ ആണോ എന്നല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ എന്തിന്റെ എണ്ണോ കൂടിയിരിക്കുന്നത്? ടേബിൾ ഒരെണ്ണം തന്നെയാണ്, ചെയർ ഇവിടെ 1 ആയിരുന്നു. അപ്പൊ ഇവിടെ 4 ചെയർ ഉണ്ട്. അതിന്റെ അർത്ഥം ഇവിടെ ചെയറിന്റെ എണ്ണം എത്ര കൂടി? 3 ചെയർ കൂടി എന്നാണ്. അപ്പൊ 3 ചെയറിന്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ 3 ചെയറിന് എത്രയായിരിക്കാം? നമുക്ക് ഇത് രണ്ടുകൂടെ സബ്ട്രാക്ട് ചെയ്താൽ 3,000 എന്ന് കിട്ടും 3 ചെയറിന്. അപ്പോൾ ഒരു ചെയറിന് വില എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1,000 ആയിരിക്കും. മനസ്സിലായോ? ഇത് ചുമ്മാ ഞാൻ പറയുന്നുള്ളൂ, നമുക്ക് ഇത് കണ്ടുപിടിക്കാം. അതായത് ഒരു ചെയറിനും ഒരു ടേബിളിനും 11,000, ഒരു ടേബിളിന് 4 ചെയറിനും 14,000. അപ്പൊ ഇവിടെ എണ്ണം കൂടിയത് ചെയറിന്റെ എണ്ണം മാത്രമേ കൂടിയുള്ളൂ. 3 എണ്ണം കൂടി ആ വില വ്യത്യാസമാണ് ഇവിടെ വന്നത്, 14,000 ആയത്. അപ്പൊ ഇവിടെ എത്ര വ്യത്യാസം വന്നു? 11,000-ഉം 14,000-ഉം തമ്മിലുള്ള വ്യത്യാസം 3,000 ആണ്. അത് ആരുടെ വ്യത്യാസമാണ്? 3 ചെയറിന്റെ വ്യത്യാസമാണ്. അപ്പം ഒരു ചെയറിന് 1,000 എന്ന് കിട്ടി. അപ്പോൾ ഒരു ചെയറിന് 1,000 കിട്ടിയാൽ നമുക്ക് ഒരു ചെയറിന് ഒരു ടേബിളിന് 11,000 ആണ്. അപ്പം ഒരു ടേബിളിന് എത്രയായിരിക്കും? ഒരു ചെയറിന് 1,000, ഒരു ടേബിളിന് ഒരു ചെയറിനും കൂടെ 11,000 മൈനസ് 1,000, അതായത് 10,000 ആണ് ഒരു ടേബിളിന്റെ വില. ഒരു ചെയറിന്റെ വില വെറും 1,000. ഇങ്ങനെ ശരിയാണോ? നമുക്ക് നോക്കാം. നിങ്ങൾ ഇതല്ല കേട്ടോ എക്സാമിന് എഴുതേണ്ടത്, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇതോടുകൂടി നിർത്തി അടുത്ത പ്രോബ്ലം തൊട്ട് ഞാൻ മെന്റൽ മാത്സ് പറയുന്നില്ല. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് വരും. നിങ്ങൾ എന്തിനാ വെറുതെ നിങ്ങളുടെ വഴക്ക് മേടിക്കുന്നേ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ ടേബിളും ഉണ്ട് ചെയറും ഉണ്ട്. നമുക്ക് 2 വില കൊടുക്കാം, എക്സ് എന്നും വൈ എന്നും കൂടെ. അതാ മക്കളെ, നമുക്കിവിടെ എക്സ് തന്നെ കൊടുത്ത് കണ്ടീഷൻ എടുത്ത് ചെയ്യാമെങ്കിലും എനിക്കിഷ്ടം എപ്പോഴും 2 വിലകൾ കൊടുത്ത് ചെയ്യുന്നതാണ്. അതായിരിക്കും രസം ചെയ്യാം. രസം നല്ല തെറ്റാതെ നമുക്ക് ചെയ്യാം. നമുക്ക് അങ്ങനെ ചെയ്താൽ പോലെ. ഓക്കെ. അപ്പൊ ഞാൻ ലെറ്റ് പ്രൈസ് ഓഫ്, ലെറ്റ് എപ്പോഴും കൊടുക്കണം, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. ലെറ്റ് പ്രൈസ് ഓഫ് ടേബിള് എക്സ് എന്ന് കൊടുത്തു, ടേബിള് എക്സ് എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ ചെയറിന് എന്നാ കൊടുക്കും? ചെയറിന് വൈ എന്നും കൊടുത്തു. കണ്ടോ? ടേബിളിന് എക്സ് എന്നും ചെയറിന് വൈ, അങ്ങനെ വെച്ച് എഴുതുന്നതായിരിക്കും എളുപ്പം. ഫസ്റ്റ് കണ്ടീഷനാണ് പ്രൈസ് ഓഫ് എ ടേബിൾ ആൻഡ് എ ചെയർ. ഓരോരുത്തരെ. അപ്പം ഒരു എക്സും ഒരു ടേബിളും ഒരു ചെയറും വൈ ഇസ് ഈക്വൽ ടു 11,000. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. ഇനി സെക്കൻഡ് കണ്ടീഷൻ എന്നാണ്? ഒരു ടേബിളും 4 ചെയറും. അപ്പൊ എന്നാണ്? ഒരു ടേബിളും 4 ചെയർ, ചെയറിന് എന്നാണ് വൈ, അതും കൂടെ ആഡ് ചെയ്താൽ 14,000. സെക്കൻഡ് കണ്ടീഷൻ. മനസ്സിലായ മക്കളെ? നമ്മൾ ഈ കണ്ടീഷനിങ് എഴുതാൻ പഠിക്കണം. മനസ്സിലായോ? ഇവിടെ ചെയറും ടേബിളും 2 എണ്ണം തന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾ ടേബിളിന് എക്സ് എന്ന് കൊടുത്ത് ചെയറിന് വൈ എന്ന് കൊടുത്ത് അവർ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഒരു ടേബിളോ ഒരു ചെയർ 1x 1y 11,000, ഒരു ടേബിളും 4 ചെയർ, ഇങ്ങനെ കിട്ടി. ഇനി നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് എക്സിന്റെ വൈയുടെയും വില കണ്ടുപിടിക്കണം. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വാല്യൂ ക്യാൻസൽ ചെയ്ത് കളയണം. ഒരുപോലുള്ളതിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ 1x ഉണ്ട്, ഇവിടെ 1x ഉണ്ട്. വൈയുടെ വാല്യൂ ഇവിടെ 1y, ഇവിടെ 4y. നമ്മൾ ഇനി അടുത്തതിനകത്തൊക്കെ വാല്യൂസ് ഒരുപോലെ ആക്കി ചെയ്യും. ഇവിടെ നമുക്ക് വാല്യൂസ് പ്രത്യേകിച്ച് ഒരുപോലെ ആക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെയും 1x ആണ്, ഇവരെയും 1x ആണ്. അവരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷേ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഒരാൾ പ്ലസും ഒരാൾ മൈനസും ആയിരിക്കണം. പക്ഷെ ഇവിടെ പ്ലസ് ആണ്, മൈനസ് ആണ് ഞാൻ ഇട്ടേനെ, മൈനസ് വാല്യൂ ഇട്ടേനെ. ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവരും പ്ലസ് ആണ്, ഇവരും മൈനസ് ആണ്. അപ്പൊ നമുക്ക് ഒരാളെ ആരാക്കി മാറ്റണം? മൈനസ് ആക്കി മാറ്റണം. അപ്പൊ നമുക്ക് ഫസ്റ്റിനെ വേണേ ആക്കാം, സെക്കൻഡിനെ വേണേ ആക്കാം. ഞാൻ സെക്കൻഡിനെ ആക്കാൻ പോവാം. സെക്കൻഡിനെ ആക്കട്ടെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇവരെ മൈനസ് ആക്കണമെങ്കിൽ ഇവരെ ഒറ്റയ്ക്ക് മൈനസ് ആക്കാൻ പറ്റില്ല മക്കളെ. ഇവരെ എല്ലാരെയും എന്തു ചെയ്യും? മൈനസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും.
മനസ്സിലായല്ലോ? എന്തിനാ ഞാൻ മൈനസ് വാല്യൂസ് കൊടുത്തേ? ഇവിടെ സെയിം വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെയിം ആയതുകൊണ്ട് അവരെ ക്യാൻസൽ ചെയ്യാം. നമ്മൾ വേറെയൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കുണ്ടായിരുന്നു, എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ഓപ്പോസിറ്റ് വാല്യൂസ് തമ്മിൽ സെയിം നമ്പേഴ്സ് +17 ആണെങ്കിൽ +17 -17 കൂടെ ക്യാൻസൽ ആയിപ്പോകും, 0 ആയിട്ട് മാറും. അപ്പോൾ നമുക്കിവിടെ 0 ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരേ വാല്യൂ കിടപ്പുണ്ട്. അപ്പോൾ അവരെ ഒരാളെ പ്ലസ് ഒരാളെ മൈനസും ആക്കിയാൽ മതി. അപ്പം മൈനസ് ആക്കാൻ വേണ്ടി ഒരാളെ മാത്രമായിട്ട് ആക്കാൻ പറ്റില്ല. ആ ഇക്വേഷൻ മൊത്തം ആക്കണം. അപ്പം ഞാൻ ഇതിനെ മൊത്തം മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഇക്വേഷൻ മാറിപ്പോകും. നമുക്കതൊന്ന് എടുത്തെഴുതാം. അപ്പോൾ ആദ്യത്തെ ഒന്നാമത്തെ എഴുതാവേ. 1x + 1y = 11,000 ആയി. അത് ഫസ്റ്റ് ഇക്വേഷൻ തന്നെ. നമ്മൾ സെക്കൻഡ് ഒന്ന് മാറ്റുവാണ്, മൈനസ് കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ മൈനസ് കൊണ്ട്, ഇത് പ്ലസ് ആയിരുന്നു, ഇതെല്ലാം പ്ലസ് അല്ലേ. അപ്പോൾ പ്ലസും മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് മൈനസ് ആകും. അപ്പം -1x ആയി. ഇവിടെ +4y ആയിരുന്നു. അപ്പോൾ ഈ മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ ഇതിനായിട്ട് മാറും, -4y ആയി. ഇത് പ്ലസ് ആയിരുന്നു, ഇവരും എന്തായിട്ട് മാറും? -14,000 ആയിട്ട് മാറും. ഒന്നും നോക്കണ്ട, നിങ്ങൾ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു എന്ന് നോക്കണ്ട. നമ്മളിവിടെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, ഇവരുടെ എല്ലാ സൈൻ അങ്ങ് മാറിപ്പോവും. പ്ലസ് ആണ് മൈനസ് ആകും. ഇത് പ്ലസ് ആയിരുന്നു മൈനസ് ആയി, ഇത് പ്ലസ് ആയിരുന്നു ഇത് മൈനസ് ആയി, ഇത് പ്ലസ് ആയിരുന്നു മൈനസ്. അത്രയും ചിന്തിച്ചാൽ മതി, കൂടുതലായിട്ട് നമ്മളൊന്നും പോണ്ട കേട്ടോ. +1x ഇനി നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ മാറിയിട്ട് ഇത് ഇക്വേഷൻ നമ്പർ 3 ആയിട്ട് മാറി. 2 ആയിരുന്നു, അവരെ മാറ്റിയത് കൊണ്ടാണ് ഞാൻ ഇക്വേഷൻ നമ്പർ 3 ഇട്ടത്. ഇനി 1 - 3 ചെയ്യാൻ പോവാണ്. എന്നാ ചെയ്യാൻ പോകുന്നത്? നമ്മൾ 1 - 3 ചെയ്യാൻ പോവാണ്. 1ഉം 3 കൂടെ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഇത് +1x, ഇത് -1x. രണ്ടുപേരും കൂടെ എന്നായിട്ട് മാറും? ക്യാൻസൽ ആയിട്ട് അല്ലേ? പ്ലസും മൈനസും ക്യാൻസൽ ആയി. ഇനി ഇത് നോക്കാം. +1, ഇത് ഇവിടെ +1 ആണ്, ഇവിടെ എന്നാ ഉള്ളത്? -4. +1ഉം -4ഉം, ഒരു പ്ലസും ഒരു മൈനസും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ? പറ, മറക്കല്ലേ. പ്ലസും മൈനസും വന്നാൽ ഓർത്തിരിക്കണേ, പ്ലസും മൈനസ് വാല്യൂയും കൂടെ ആണ് വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്തിട്ട് ലാർജർ സൈൻ. സബ്ട്രാക്ട് ചെയ്തേ. 4ൽ നിന്ന് 1 പോകെ 3. ഞാൻ ആരാ വലുത്? 4 അല്ലേ വലുത്. 4 വലുതാകുമ്പോൾ അവരുടെ സൈൻ എന്നാ? മൈനസ്. അത് കൊടുത്തു, -3 വരും. ഓക്കെ. ഇനി ഇവിടെ അത് തന്നെ, ഇവിടെ +11,000, ഇവിടെ -14,000. പ്ലസും മൈനസും വന്നു. പ്ലസും മൈനസും ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ പ്ലസ് നടത്താം കേട്ടോ. ഈ പ്ലസും മൈനസും വന്നാൽ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ സബ്ട്രാക്ട്. 14,000 നിന്ന് 11,000 പോയാൽ എത്രയാ? 3,000 ആണോ? എന്നിട്ട് ആരുടെ സൈൻ കൊടുക്കണം? വലുതിൻ്റെ. കണ്ടോ? -3y = -3,000 എന്ന് വന്നു. ഞാനിതെല്ലാം റബ്ബ് ചെയ്യുക. ഓക്കെ, പ്രശ്നമുണ്ടോ? എന്നാ പ്രശ്നം അല്ലേ? ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയല്ലേ. -3y = -3,000 എന്ന് വന്നു. അപ്പുറത്തും ഇപ്പുറത്തും മൈനസ് വാല്യൂ ഉണ്ട്, അതങ്ങ് ക്യാൻസൽ. രണ്ട് സൈഡിലും മൈനസ് വാല്യൂ ഉണ്ട്, അവരങ്ങ് ക്യാൻസലായിപ്പോയി, പോത്തില്ലേ. ഇനി 3y = 3,000. നമുക്ക് y കണ്ടുപിടിക്കണ്ടേ? y കണ്ടുപിടിക്കണമെങ്കിൽ 3യെ ഇപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ അവിടെയുള്ള 3,000 ആദ്യം എഴുതി. 3 ഇവിടെ എന്നാ ചെയ്യുമായിരുന്നു? 3y, 3 × y. അപ്പോൾ ഇപ്പുറത്ത് വരുമ്പം ഡിവിഷൻ. 3,000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തേ, 1000. വൈയുടെ വാല്യൂ 1000. വൈയായിട്ട് നമ്മൾ ആരെയും എടുത്തിരുന്നേ? ഒന്ന് ഓർത്ത് നോക്കിയേ, വൈയായിട്ട് ആരെയും എടുത്തിരുന്നത്? വൈ എന്ന് പറഞ്ഞാൽ ചെയർ ആയിരുന്നു. അപ്പം പ്രൈസ് ഓഫ് ചെയർ എത്രയാ? 1000 ആണോ? നമ്മൾ മെന്റൽ മാത്സ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു 1000 റുപ്പീസ്. 1000 ആണ്. ഈ ടേബിളിന്റെ വേണ്ടേ? നമുക്ക് ടേബിളിൽ ചെയ്യണമെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു ആദ്യം. ആദ്യം എഴുതിയിരുന്നെ ഒരു ടേബിളിനും ഒരു ചെയറിനും 11,000 എന്നും, ഒരു ടേബിളിനും 4 ചെയറിനും 14,000 എന്നും നമ്മൾ 2 കണ്ടീഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഏതെങ്കിലും ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇവിടെ എന്നാ കിട്ടി? വൈയുടെ വാല്യൂ കിട്ടി. നമുക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതിയില്ലേ, സൈനൊക്കെ മാറ്റുന്നതിന് മുമ്പ് എഴുതി, അതിനകത്ത് കൊടുക്കണേ. ഇഷ്ടമുള്ളതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. 1-നകത്തോ 2-നകത്ത്. ഞാനിപ്പോൾ 1-നകത്ത് എടുക്കാൻ പോകണേ. 1 എന്നായിരുന്നു? 1x + 1y = 11,000. അപ്പൊ അതിനകത്തോട്ട് 1 + 1y = 11,000 എന്നുള്ള ഇക്വേഷനകത്തോട്ട്
വൈയുടെ സ്ഥാനത്ത് വൈയുടെ വിലയല്ലേ കിട്ടിയേ 1/, എന്നുള്ള വൈയുടെ സ്ഥാനത്ത് 1000 എന്ന് കൊടുത്തു. വെറും വൈ ഇത് മതി കേട്ടോ. 1000 is equal to ഇക്വേഷനകത്തോട്ട് നമ്മൾ വാല്യൂ കൊടുത്തതേ ഉള്ളൂ. x plus y is equal to 11,000 ആയിരുന്നു. x plus വൈയുടെ സ്ഥാനത്ത് കൊടുത്തു. ഇനി എക്സിനെ ഒറ്റയ്ക്ക് ആക്കിക്കോ. എക്സിനെ ഒറ്റയ്ക്ക് ആക്കുമ്പോൾ ഇവരെ എന്ത് ചെയ്യണം? ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ഇവരെ നമുക്ക് ആദ്യം എഴുതാവേ. ഇവിടെ പ്ലസ് 1000 ആയിരുന്നു. അത് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും മക്കളെ? -1000 is equal to 10,000. കണ്ടോ? എക്സിന്റെ വില കിട്ടി. വാട്ട് ഈസ് എക്സ്? പ്രൈസ് ഓഫ് ടേബിൾ is equal to 10,000. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയായിരുന്നു അല്ലേ? കണ്ടോ? ഇക്വേഷൻ ഉണ്ടാക്കി. ഇക്വേഷൻ നമ്മൾ ക്യാൻസൽ ചെയ്യണം. എങ്ങനെ? ഏതെങ്കിലും ഒരു വാല്യൂ ക്യാൻസൽ ചെയ്യണം. ഏതെങ്കിലും ഒരു വാല്യൂ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപോലെ ആക്കണം. അതിന് പ്ലസ് കൊടുക്കണമെങ്കിൽ പ്ലസ് കൊടുക്കണം, മൈനസ് കൊടുക്കണം. മൈനസ് കൊടുത്ത് ക്യാൻസൽ ചെയ്ത് നമുക്ക് ആദ്യം വൈയുടെ വാല്യൂ കിട്ടി. ഏത് വാല്യൂ, ഇപ്പൊ എക്സിന്റെ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇക്വേഷൻ, നമ്മൾ ഉണ്ടാക്കിയ ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്നതിനകത്ത് നമുക്ക് കിട്ടിയ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്ത് നമുക്കത് രണ്ടിന്റെ വില കണ്ടുപിടിക്കാം. ഇച്ചിരി വലുതാണോ? വലുതൊന്നുമല്ല. ഇതിപ്പോൾ ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിങ്ങൾ ഈസി ആയിട്ട് നമ്മൾ എക്സസൈസ് ഫുൾ ഈസി ആയിട്ട് നമ്മൾ ചെയ്യും അല്ലേ മക്കളെ? വീഡിയോ കാണണം, 2 പ്രാവശ്യം കാണണം, മനസ്സിലാവും. എന്നിട്ട് എക്സ് ഇത് ഇത് അങ്ങനല്ല. പിന്നെ നിങ്ങൾ ഇരുന്ന് എഴുതണം. ഒന്ന് എഴുതി നോക്കുക. ഇച്ചിരി സമയം എടുക്കുക. പഠിക്കും മക്കളെ, പിന്നെ മറക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മൾ പഠിക്കണം ആത്മാർത്ഥമായിട്ട്. നമ്മൾ എന്തായാലും പഠിക്കുമല്ലേ? നമ്മൾ കിട്ടുന്ന സമയം നമ്മൾ പഠിക്കുക. ബാക്കി കളിച്ചോ. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.